ഇപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളത് മൃദുലയാണ്. നമ്മുടെ റിസൾട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മൃദുലയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 871 ആണ്. അപ്പൊ അത് ഒരു IIT ഒക്കെ കിട്ടാവുന്ന റാങ്ക് ആണ്. 1000 ബിലോ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു നല്ല IIT കിട്ടാം. അപ്പം മൃദുലയുടെ ഒരു ജേർണി വളരെ രസകരമായ കുറെ കാര്യങ്ങളുണ്ട്, നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ ആള് ഷെയർ ചെയ്യും. ഈവൻ ആള് പഠിച്ചിട്ടുള്ളത് NSS നെന്മാറയാണ് ആള് പഠിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ബെൻസിലേക്ക് ആള് വന്നത്. ബെൻസിലേക്ക് വരുമ്പോൾ ആളുടെ ചെറിയ പ്രയാസത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. ആൾക്ക് ഡിഗ്രിയിൽ ഒരു പേപ്പർ ക്ലിയർ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഓപ്പണിംഗ് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലോ ആൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MSc ജോയിൻ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ബെൻസിൽ വന്നത്. ഇപ്പം IIT ആള് പോകുന്നത്. അപ്പൊ ആളുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പൊ മൃദുല, എങ്ങനെയായിരുന്നു ജാം കോച്ചിങ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എന്തായിരുന്നു? അതേപോലെ തന്നെ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ? എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാം. എനിക്ക് തോന്നുന്നു മൃദുല ഡിഗ്രിയുടെ സമയത്ത് മാർക്ക് കുറച്ച് കുറഞ്ഞിരുന്നു തോന്നുന്നു അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ജാബ് കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു സംശയമൊക്കെ നാച്ചുറലി ഉണ്ടാവാവുന്നതാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്റെ ഡിഗ്രിയുടെ മാർക്ക് വളരെ കുറവാണ് സർ, എനിക്ക് ജാമിന് പ്രിപ്പയർ ചെയ്താൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരുപാട് പേര്. മൃദുലയുടെ സ്റ്റോറിയും കേൾക്കാൻ, അല്ലെങ്കിൽ മൃദുല എങ്ങനെയാണ് ഈ ഒരു IIT എത്തിപ്പിടിച്ചത് എന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പം ആ ജാം പ്രിപ്പറേഷനും ജാം കോച്ചിങ്ങിലേക്ക് വരാനുള്ള തീരുമാനം, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ഞങ്ങളുടെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്താൽ നല്ലതായിരുന്നു. ഞാന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഒരു പേപ്പർ ഫെയിൽ ആയതുകൊണ്ട് എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല എൻ്റെ ഫ്രണ്ടിൽ. ഒരു ഇയർ എന്തായാലും പോവും. അപ്പോൾ ഞാൻ കരുതി ജാം എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. അപ്പോൾ എന്തായാലും ഒരു വർഷം പോകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കൊടുക്കാന്ന് തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് പെൻസിലിനെ പറ്റി ഞാൻ കേട്ടത്. അവിടുത്തെ റാങ്കും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ബെറ്റർ ഓപ്ഷൻ പെൻസിൽ തന്നെ ആയിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഓഫ്ലൈൻ ക്യാമ്പസ് ചൂസ് ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ക്ലാസ്സും ഹോസ്റ്റലും എല്ലാം നല്ലതായിരുന്നു. പിന്നെ പ്രിപ്പറേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്യില്ലായിരുന്നു. 1 മന്ത് എനിക്ക് ഭയങ്കര ഡൗൺ തന്നെയായിരുന്നു. ഞാൻ എത്ര പഠിച്ചാലും മാർക്ക് കിട്ടുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല. കാരണം ഡിഗ്രിക്ക് നമ്മൾ അത്ര പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ ഒന്ന് പഠിച്ചെടുക്കണം, ആ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് ടൈം എടുത്തു എനിക്ക്. പക്ഷെ വൺസ് അതൊന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനർജി ആയിരുന്നു. പിന്നെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് എനിക്കൊന്നും വീട്ടിലൊന്നും പോകാറേ ഇല്ലായിരുന്നു. വീട്ടിൽ ഇല്ല. പോകുന്നത് നിർത്തിയോ? ആ, പിന്നെ നമ്മൾക്കൊരു എയിം ഉണ്ടല്ലോ, അത് എത്തിപ്പെടുന്ന വരെ ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കി ഞാൻ. എന്റെ എനിക്കൊന്ന് ഓണത്തിനാണോ? ഓണത്തിന് വീട്ടിൽ പോയില്ലല്ലോ? ഇല്ലില്ല, ഓണത്തിന് പോയിട്ടില്ല. ഓണത്തിന് ക്രിസ്മസിനൊന്നും വീട്ടിൽ പോയിട്ടില്ല. പോയിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ അത് ആസ്വദിക്കാൻ തുടങ്ങി. ആ, ജാം കോച്ചിങ് എന്ന് പറയുന്നതും പഠനം എന്ന് പറയുന്നതും ആസ്വദിക്കാൻ തുടങ്ങി. ഓക്കെ. കെമിസ്ട്രി അതാണ് ഇത്രയും നല്ല റാങ്കിലേക്ക് എത്താൻ കാരണം. എന്താ സാർ? അതാണ് ഇത്രയും നല്ല റാങ്കിലേക്ക് ഇങ്ങനെ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. ആ സാർ. ഓക്കെ. എന്താ ഡിഗ്രിയുടെ സമയത്ത് ജാം എന്നുള്ളത് പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല? ഇല്ല, ടീച്ചേഴ്സ്മാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ജാം എക്സാം എന്നൊക്കെ. അപ്പൊ ഞാൻ കരുതി അതെന്തോ വലിയ എക്സാം ആണ്, നമ്മളെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് പറഞ്ഞിട്ടുള്ള ഒന്നല്ല, നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ജസ്റ്റ് തട്ടിമുട്ടി പാസ്സായ പോണ ഒരാള്, അങ്ങനെ ഞാൻ എന്നെ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് വൺസ് എന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്ര പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. ഓക്കെ. സ്റ്റാർട്ടിങ് സമയത്ത് ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ പലതും മെജോറിറ്റി മനസ്സിലാവാത്തതൊക്കെ ചിലപ്പോൾ ഉണ്ടാകാലോ. ആ, അപ്പൊ ഈ ഫസ്റ്റ് തീരുമാനം എടുത്ത് തിരിച്ചു പോകാമെന്നൊക്കെ തോന്നിയോ? ഫസ്റ്റ് വന്ന് എനിക്ക് ഒരാഴ്ച തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഏഹ്, ഞാൻ ഡിഗ്രിക്ക് ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പുതിയ കാര്യം പഠിക്കണ പോലെ. പിന്നെ എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ മെയിൻ പ്രശ്നം. പിന്നെ എനിക്ക് തോന്നി ഇത്രയും വന്നു, കുറച്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നി. അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓ, ഈവൻ എനിക്ക് തോന്നുന്നു മൃദുല ഇവിടുത്തെ ബെഞ്ചിൽ ഉണ്ടായിരുന്ന സമയത്ത് പെർഫോമൻസ് വെച്ച് വളരെ നല്ല റാങ്കിൽ എത്തേണ്ട ആളാണ്. എനിക്കറിയാം എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് മൃദുല വരുത്തി എന്നുള്ളത്. ചേഞ്ചസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഒരു 200 ബിലോ ഒക്കെ കിട്ടാവുന്ന ആളാണ് മൃദുല. പക്ഷെ എനിക്ക് തോന്നുന്നു എക്സാമിന്റെ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായില്ലേ? ഏകദേശം ഒരു 1 അവറോളം എക്സാം എഴുതാൻ പറ്റിയില്ല അല്ലെ? ഉം. ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട്. ആ, ഓക്കെ ഓക്കെ. ഈവൻ ഗേറ്റും ജസ്റ്റ് മിസ്സായതാണല്ലേ മൃദുലക്ക്? സ്കോർ കട്ട് ഓഫ് മാർക്കിന്റെ ക്ലോസ് ടു കട്ട് ഓഫ് മാർക്കാണല്ലോ.
ഓക്കെ ഓക്കെ. അത് അടുത്ത എക്സാമുകളിൽ മൃദുല ടോപ്പ് റാങ്ക് തന്നെ ക്രിയേറ്റ് ചെയ്യും. ഉം. അതിനുള്ള പൊട്ടൻഷ്യൽ മൃദുലക്ക് ഉണ്ട്. കാരണം മൃദുല നമ്മുടെ എക്സാമിനൊക്കെ വളരെ ടോപ്പറായി വരുന്ന എനിക്കറിയാലോ ഇവിടെ നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം. ഓക്കെ. പിന്നെ സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പലപ്പോഴും പ്രയാസം ഉണ്ടാകുന്ന ഒരു സബ്ജക്ട് ഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പം ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ എനിക്കൊന്നും മൃദുല റിലേറ്റീവ്ലി ഓർഗാനിക് നല്ല രീതിയിൽ താല്പര്യത്തോടു കൂടി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് ചോദിക്കുന്നത്. പക്ഷെ കുട്ടികൾക്കൊക്കെ പലപ്പോഴും പറയും ഓർഗാനിക് കെമിസ്ട്രി ബുദ്ധിമുട്ടാണ്, അതല്ലാത്തതൊക്കെ ഞാൻ പഠിക്കാന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഇനോർഗാനിക്കും ഒക്കെ അവർക്ക് നല്ല താല്പര്യം ഉണ്ടാവാണ്. അപ്പൊ മൃദുലക്ക് എന്താണ് അതിനോടുള്ള മൃദുല അങ്ങനെയാണോ? മീൻസ് ഇൻ ദ സെൻസ് ഓർഗാനിക് അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പേപ്പർ ആണോ? എനിക്ക് ശരിക്കും ഓർഗാനിക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ്. കാരണം എനിക്കതിൽ ഒരു ബേസ് ഉണ്ടായിരുന്നില്ല, അതെങ്ങനെയാ പഠിക്കേണ്ടതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് വൺസ് ഞാൻ ആ ബേസ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതെങ്ങനെയാ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് എനിക്ക് ഈസി ആയിരുന്നു. ശരിക്കും കമ്പാരിറ്റീവ്ലി ഓർഗാനിക് ആണ് ഈസി. ശരിക്കും അത് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഒരു ബേസ് സെറ്റ് ആക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. ആദ്യം കുറച്ച് സ്ട്രഗിൾ കൂടുതലായിരിക്കും, ആ, ആയിരിക്കും. സെറ്റ് ആയി കഴിഞ്ഞാൽ. അതെ അതെ. പക്ഷെ പിന്നീട് മൃദുല അത് വളരെ ഒരു എന്താണ് സെക്കൻഡ് ഹാഫിലൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചത് കേട്ടോ. പിന്നെന്താണ് മറ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, ഹോസ്റ്റൽ ലൈഫ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കുട്ടികളുമായിട്ട്. ഫസ്റ്റ് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരുപാട് അവേഴ്സ് ഒന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 7 അവർ 8 അവർ ഒക്കെയാണ് ഞാൻ ഫസ്റ്റ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നി പോർഷൻസ് കുറച്ചും കൂടെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ പഠിക്കുന്നത് പോരാന്ന് തോന്നി. അപ്പൊ ഞാൻ മെല്ലെ മെല്ലെ എൻ്റെ അവേഴ്സ് കൂട്ടാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ഞാൻ മാക്സിമം ഒരു 14 അവേഴ്സ് ഒക്കെ എത്തിക്കാറുണ്ടായിരുന്നു കുറെ ഈവൻ കാലം. എന്നെ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല മൃദുല സർ ഇത്ര അവേഴ്സ് പഠിച്ചു എന്നുള്ളത്. ആ, വേർഡ്സ് ദ എൻഡ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരു 13 to 14 എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതാണ് എന്റെ ഓർമ്മ. ഈവൻ ഒരു ദിവസം പോലും വിട്ടുപോവാതെ മെസ്സേജ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മൃദുല. വെരി ഗുഡ്. പിന്നെ ഫസ്റ്റ് എനിക്ക് ഓർഗാനിക് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഓർഗാനിക് ആയിരുന്നു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കമ്പാരിറ്റീവ്ലി എനിക്ക് ഇൻഓർഗാനിക് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഓർഗാനിക് ഫസ്റ്റ് ഫോക്കസ് ചെയ്ത് അതൊരു ബേസ് സെറ്റ് ആക്കിയതിന് ശേഷമായിരുന്നു പിന്നെ ഇൻഓർഗാനിക് അതിന്റെ കൂടെ അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഫിസിക്കലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് എനിക്കത് കുറച്ച് പ്രശ്നമായിരുന്നെങ്കിലും പിന്നീട് അത് ഞാൻ പിക്കപ്പ് ചെയ്തിട്ട് വന്നു. എങ്ങനെയായിരുന്നു ഫാമിലിയിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട്? എന്ന് പറഞ്ഞാല് റിപ്പീറ്റ് ചെയ്യാൻ അവര് മീൻസ് ചില ചില സമയത്ത് നമ്മൾ കാണുന്നത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഒരു 1 ഇയർ ബ്രേക്ക് എടുക്കണോ എന്നുള്ളൊരു സംശയം കുട്ടികൾക്കും പാരന്റ്സിനൊക്കെ ഉണ്ടാവാറുണ്ട്. ഫാമിലിയിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടിയിരുന്നോ? ഫസ്റ്റ് അമ്മ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ 1 ഇയർ റിപ്പീറ്റ് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടാവും. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് കണ്ടപ്പോൾ അവരെന്നെ ഭയങ്കര സപ്പോർട്ട്. ഇപ്പൊ അവര് ഭയങ്കര സപ്പോർട്ട് എനിക്ക് എങ്ങോട്ട് പോവാണെങ്കിലും ഓക്കെ അങ്ങനെയുള്ള ഒരു ഇതായി. മൃദുലൊക്കെ എല്ലാം എഴുതിയ എല്ലാ എക്സാമുകളും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയല്ലോ. ഇനി എന്തായാലും അവർ സപ്പോർട്ട് ചെയ്യും. കാരണം അവർക്ക് അറിയാലോ മൃദുല ഇത് നേടിയെടുക്കും എന്നുള്ളത്. ഓക്കെ. ഇവൻ അടുത്ത IAC-യുടെ ഇന്റർവ്യൂവിന് പോകുന്നില്ലേ? പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ. JNCSR എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അപ്ലൈ ഐസർ. ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇവൻ അതിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടല്ലോ അല്ലേ? ആ. ഓക്കെ ഗുഡ്. പിന്നെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ റൂംമേറ്റ്സും നിങ്ങളുടെ മ്യൂച്വലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിൽ പകുതി നെറ്റും പകുതി ജാമുമായിരുന്നു. അതായിരുന്നു ഫസ്റ്റത്തെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളെക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പഠിച്ചവരാണ് നെറ്റുകാര്. അപ്പോ നമുക്കൊരു ചെറിയ ഡൗട്ട് വന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് സാറിന്റെ അടുത്ത് ഓടിയെത്താൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ നെറ്റുകാരോടായിരിക്കും ചോദിക്കല്. അപ്പൊ അവര് പെട്ടെന്ന് കുറച്ചും കൂടെ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് കൂടെ അവർ പറഞ്ഞു തരും. അത് നമുക്ക് ജാം എക്സാമിന് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എന്റെ റൂമിൽ തന്നെയായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് 91 കിട്ടിയ സുഹൈല. സുഹൈല നിങ്ങളൊരു റൂമിലായിരുന്നു അല്ലേ? അപ്പോ അങ്ങനെയുള്ളവരും കൂടെ ഉണ്ടാവുമ്പോൾ നമുക്കതൊരു എക്സ്ട്രാ എനർജിയാ. അപ്പൊ അതിന്റെ ഒരു കമ്പൈൻ സ്റ്റഡിയും ഞങ്ങളെല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും പഠിക്കാൻ. വേറെ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്? കുറെ മെമ്മറീസ് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്. ഞാൻ മെയിനായിട്ട് ഞാൻ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു എനിക്ക് കുറച്ചും കൂടെ പ്രിഫറബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഒരു അവസാനമായപ്പോഴാണ് സെൽഫ് സ്റ്റഡിയിലേക്ക് പോയത്. ഞാൻ പലപ്പോഴും ക്ലാസ് റൂമിൽ മൃദുല ഒറ്റയ്ക്ക് ഇരുന്ന് ഒരുപാട് സമയം അത് വെക്കേഷൻ ടൈമിലാണ്, ഓണത്തിന്റെയും ക്രിസ്മസിന്റെയും ഒക്കെ അവധിയുള്ള സമയത്ത്. അല്ല, മെജോറിറ്റി ഓഫ് ടൈം ഞാൻ കമ്പൈൻ സ്റ്റഡി ചെയ്യാം. പിന്നെ കുറച്ച് സമയം സെൽഫ് സ്റ്റഡിയും ചെയ്യും. കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ എനിക്ക് എഫിഷ്യന്റ് ആയിട്ട് തോന്നുന്നത്. യെസ്, ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കഷന്റെ ഭാഗമായി വരും. എവിടെയാണ് ഇനി ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചോ? എനിക്ക് തോന്നുന്നു ഇൻഡോർ അല്ലെങ്കിൽ എവിടെയാണ്? ഗുവാഹത്തി എവിടെയാണ്? എനിക്ക് റിസർച്ച് ആണ് താല്പര്യം. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു IIT തന്നെ ആ, മോസ്റ്റ്.
IIT അല്ലെങ്കിൽ ഐസർ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുക. ഐസർ അല്ലേ? ഓക്കെ. റിസർച്ച് ആണെങ്കിൽ ഐസറുകൾ കുറച്ചും കൂടെ നല്ലതായി വരും. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഈ വെക്കേഷൻ ടൈം, എന്താണ്, എങ്ങനെ പോകുന്നു? ഇല്ല, ഞാൻ വെക്കേഷനും ഞാൻ ഇനി കുറച്ച് എക്സാമുകൾ കൂടിയില്ല, അതിന് കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റോപ്പ് ഈവൻ ചെയ്യാൻ. മൃദുല ഇവിടെ ബെൻസിലിന്റെ ക്യാമ്പസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് അല്ലേ? ഈവൻ എക്സാം കിട്ടി കഴിഞ്ഞിട്ടും അടുത്ത എക്സാമുകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലൊക്കെ ആണല്ലേ? ഉം. ഓക്കെ ഓക്കെ. ഈവൻ എനിക്ക് തോന്നുന്നു അടുത്ത സെമസ്റ്ററിന്റെ കണ്ടന്റ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെരി ഗുഡ്. എന്തായാലും നിങ്ങൾക്ക് MS ഈസി ആക്കട്ടെ. എസ്പെഷ്യലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഇപ്പോഴേ പഠിക്കുകയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളൊരു 8-10ഓളം കുട്ടികൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് പേരുണ്ട്. കുറച്ചുപേര് തിരിച്ചു വരാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഏപ്രിൽ മെയ് സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടും. എസ്പെഷ്യലി എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഡിഗ്രി ഓൺ ഗോയിങ് സമയത്ത് തന്നെ ഇപ്പൊ മൃദുലക്ക് തോന്നുന്നുണ്ടാവും ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഒക്കെ കുറച്ച് 2 മണിക്കൂർ ഇതിൽ മാറ്റി വെച്ചിരുന്നത് കിട്ടാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ലേ? ഉണ്ടായിരുന്നു. ഞാൻ ഡിഗ്രിയിൽ ഒട്ടും പഠിക്കാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഡിഗ്രിക്ക് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നാ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോ ഓൺ ഗോയിങ് ആണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് ഒരിക്കലും ഡിഗ്രിക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും, ഒരു നല്ലൊരു ജാം റാങ്കിലേക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ തന്നെ ഈ വർഷത്തെ റിസൾട്ടിൽ കുറെ ഓൺ ഗോയിങ് കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവരൊരു എക്സാമ്പിൾ ആക്കിയിട്ട് നിങ്ങൾ എടുക്കണം. അവര് ആ ഡിഗ്രി സമയത്ത് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ഒരു നല്ല റാങ്ക് കിട്ടി. ഒരുപാട് പേര് നമ്മുടെ 100 ബിലോ തന്നെ നമുക്ക് എന്താണ് ഓൺ ഗോയിങ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഓൺ ഗോയിങ് സമയത്ത് തന്നെ കിട്ടുന്നവർ ഒരുപാട് വന്നു. അതൊരു നല്ല ട്രെൻഡും കൂടെയാണ്. കുട്ടികൾക്ക് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് കൊണ്ടും കൂടെയാണ്. 2 വർഷം മുന്നേ ഒക്കെ മെജോറിറ്റി കുട്ടികൾ തേർഡ് ഇയർ എന്നാണ് നോക്കി തുടങ്ങിയിരുന്നത്. ഇപ്പൊ നമ്മുടെ ബാച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഫസ്റ്റ് ഇയർ ഉണ്ട്, സെക്കൻഡ് ഇയർ ഉണ്ട്, തേർഡ് ഇയർ തന്നെ എങ്ങനെയാലും ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യാറ്. അപ്പം റിസർച്ച് ആയതുകൊണ്ട് ഇനി ആ ഒരു ആംഗിളിലാണ് പോകുന്നത് അല്ലെ? ജോബിന് ഇപ്പം പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അപ്പൊ സന്തോഷം മൃദുല, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തതിന്. ഓക്കെ. ഇനി ഇതുപോലെയുള്ള എന്താണ് പലപ്പോഴും നമ്മൾ അങ്ങനത്തെ മീറ്റിങ്ങുകൾ വെക്കാറുണ്ട്. ഇത് കുറച്ചും കൂടെ നമ്മുടെ എന്താണ് ഓൾറെഡി ജോയിൻഡ് ബാച്ചിലെ സ്റ്റുഡൻസും ആയിട്ടായിരിക്കും. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ.